ക്രിസ്തു അല്ലാത്ത എല്ലാം വേസ്റ്റായി തോന്നുന്നൊരു കാലമുണ്ട്. അതാണ് സമർപ്പണത്തിൻ്റെ കാലം. ഒരു കാലം വരും, ദൈവരാജ്യം നിങ്ങളിൽ വരുന്ന സമയത്ത് ക്രിസ്തു അല്ലാത്തതെല്ലാം വേസ്റ്റാണെന്ന് പറയുന്നൊരു കാലമുണ്ട്. എന്താ കാര്യം? എല്ലാ സാധനവും അവസാനം വേസ്റ്റായി പോകും. എല്ലാ സംഭവവും അവസാനം വേസ്റ്റായി പോകും. നിങ്ങളുടെ മക്കൾ, ജോലി, വീട്, വിവാഹം, മക്കൾ, ഭർത്താവ്, നിങ്ങളുടെ ആരോഗ്യം, എല്ലാ സംഭവങ്ങളും കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റായി പോകും. അപ്പം നമ്മൾ ഇത് വേസ്റ്റായി പോകുന്ന മുമ്പ് ഇത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നോക്കണമെന്നാണ് ബൈബിൾ പറയണത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാതെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കൂ എന്ന് പറയും. ക്രിസ്തുവിനെ സ്വീകരിക്കൂ. അപ്പം നമ്മളെന്ത് ചെയ്യും? ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ബുദ്ധിയുള്ളവർ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ആൻസർ ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ എല്ലാ വാഗ്ദാനങ്ങളും 2 കൊരിന്ത്യർ 1:20 നമ്മൾ ആദ്യം വായിച്ച പോലെ ക്രിസ്തുവിൽ അതേ ആയതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ നോക്കും. ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ തിരികെത്തിക്കണതും പത്രം കൊടുക്കണതും അതുപോലെ തന്നെ രോഗികളെ പോയി കാണുന്നതും ഓർഫണേജുകളെ സന്ദർശിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാ കാര്യവും ചീത്തമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും എല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കും. ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS പാസ്സാകാനോ PR കിട്ടാനോ വേണ്ടിയാണ് നിങ്ങളിതെല്ലാം ചെയ്യണത്. പക്ഷേ ഉടമ്പടിയുടെ സമർപ്പണക്കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള മാനുഷിക ലോക നിയോഗങ്ങളെല്ലാം മാറ്റിയിട്ട് ഏറ്റവും വലിയ നിയോഗം ക്രിസ്തുവിനെ നേടാനാണെന്ന് തോന്നണം. അതാണ് ഈ സമർപ്പണത്തിൻ്റെ കാലം, ഉടമ്പടിയുടെ സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി അലൂമിനിയമൊക്കെ തരണത്. എന്താ സിൽവർ ഗ്രേ ഇല്ലേ? സിൽവർ ഗ്രേ. പക്ഷേ സിൽവർ ഗ്രേയിൽ വരെ നിങ്ങൾ ഉടമ്പടി പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ഒടുവിൽ ഈ സിൽവർ ഗ്രേക്കാർ തങ്ങൾ ആദ്യം വെച്ച നിയോഗത്തെക്കാൾ വലിയ നിയോഗമാണ് ക്രിസ്തു വന്ന് അവർ ധരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ നിരന്തരമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാനും അവൻ പറയണ പോലെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളിൽ കേസോ വഴക്കോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായാൽ ഞാൻ പറയും നിങ്ങളത് ക്രിസ്തുവിനെ പ്രതി ടേക്കപ്പ് ചെയ്യണം. കാര്യം ഇതിൻ്റെ പിന്നിലുള്ള സത്യം നമ്മൾ ഇപ്പം കാണുന്ന നിരാശ അല്ല, അതിലുപരി ഏറ്റവും വലിയ ദൈവത്തിന് നൽകാൻ പറ്റുന്ന ദാനമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതിന് നൽകുന്നതാണ്. അതാണ് ഏകജാതിന് നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പം അങ്ങനെ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തുറമുഖത്തേക്കാണ് ഈ ആധ്യാത്മികമായ യാനം അവസാനം തുഴഞ്ഞെത്തി വരണത്. അതുകൊണ്ട് ഉടമ്പടി വളരെ സബ്ലിമേറ്റ് ആയിട്ടുള്ള ഒരു വോയേജാണ്, ഒരു കപ്പൽ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. അതിങ്ങനെ ക്രിസ്തുവിൻ്റെ തുറമുഖത്തേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിറവേറുമ്പോൾ ഇടയ്ക്ക് തന്നെ നിറവേറാത്തൊരു കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ക്രിസ്തുവിൻ്റെ കോളമാണ്. അവിടെ നിറവേറേണ്ടത് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് സമസ്തവും ദൈവം അവൻ്റെ പാദത്തെങ്കിലാക്കിയ യേശു കർത്താവിനെ തന്നെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ 4ാം ഭാഗമായ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കാൻ എന്റെ ജീവിതത്തെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ ഒരുക്കുന്ന നല്ല ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. എന്റെ ജീവിതത്തെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ ഒരുക്കുന്ന നല്ല ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു.